സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ അടിച്ചു മാറ്റാൻ പോണ കാർ ഏതാന്ന് വെച്ചാൽ നമ്മുടെ ബുഗാട്ടി ഷെൻറോൻ്റെ ഒരു വേർഷനാണ്. ഏത് വേർഷനാണ് നിങ്ങൾ ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്യും. എന്തായാലും ബുഗാട്ടി ഷെൻറോൻ്റെ ഒരു വേർഷനാണ്. എന്തായാലും നമുക്ക് നേരെ പോയി റിയാനെയും ചിഞ്ചാനെയും പിഞ്ചാൻ്റെ അടുത്തും പോയി പറഞ്ഞിട്ട് വരാം. നമുക്ക് ഈ വട്ടം ദൂരെ പോവാന്ന് പറയാം. നമ്മളങ്ങനെ ഇവിടെ റിയ, ചിഞ്ചാൻ ആൻഡ് പിഞ്ചാൻ ഞാൻ സ്ഥലം വരെ പോയിട്ട് വരാം. നമ്മളങ്ങനെ റിയ, ചിഞ്ചാൻ്റെ പിഞ്ചാൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്. അവരെ കാത്തിരിക്കുന്ന ഒരു മുട്ട സർപ്രൈസാണ്. അവർക്ക് പോലും അറിയില്ല. എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്ത് ലൊക്കേഷൻ തിരക്കി പോവാം. ഈ വട്ടം GTA 5 സിറ്റിയിലാവുന്നത് മതി. എന്തായാലും അതിനൊക്കെ മുമ്പ് ഞാൻ നമ്മുടെ കളക്ഷൻ കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ കളക്ഷൻ കുറച്ച് സീനാണെന്നറിയാലോ. കൂടുതൽ പറയാനൊന്നുമില്ല. നമ്മുടെ പണ്ടത്തെ കാർ തൊട്ടും ഇപ്പം അടിച്ചു മാറ്റിയ കാർ വരെ ഞാനിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതെല്ലാ ദിവസവും നിങ്ങളെ കാണിക്കാനാണ്. നിങ്ങൾക്ക് ആ മടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ എല്ലാ ദിവസവും അടിച്ചത് ഈ ബുഗാട്ടി ഷെൻറോൺ, നമ്മുടെ BMW RGB വേർഷൻ ഉണ്ട്. എന്താ നമുക്ക് ഇപ്പോൾ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോകാം ഗൈസ്. ഡൊമിങ്കോസ് GTA 5 സിറ്റിയിൽ ആണെന്ന് മാത്രം പറയാത്. പക്ഷേ റിയയും ചിഞ്ചാനും പിഞ്ചാനും വിചാരിച്ചേക്കുന്നത് GTA 5 സിറ്റിയിലായിരിക്കുന്നതാണ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാം. ഇന്നലെ അവൻ പോലീസ് വരുന്നു പറഞ്ഞിട്ട് ഒരു പോലീസ് ഒരു മണ്ണാങ്കട്ടയും വന്നിട്ടില്ല. ഇല്ല, അയ്യോ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മളെ സിറ്റിയിലത്തെ ആയാറിനില്ലേ പോലീസ് വന്നില്ലെന്നാണ്. റൊണാൾഡോൻ്റെ എങ്ങനെ അറിയില്ലേ നമ്മളെ പോലീസ് പിടിച്ച സീനായത്. കാരണം നമ്മുടെ സിറ്റിയിലത്തെ ഒരാളുടെ തന്നെയാണ് അയ്യോ പോയി. ഇത് നമുക്ക് തിരിച്ചുവരുമ്പോൾ റെഡിയാക്കാം. എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോകാം. ഈ വട്ടം വീഴാതിരുന്നാൽ മതിയായിരുന്നു. ഇത് അത്രേ ഉള്ളൂ. ഇത് കയറാൻ പറ്റുള്ള എനിക്കൊന്നും ഞാൻ വീഴുന്നതാണ്. എടാ, നീ അടിച്ചു മാറ്റാൻ ഉദ്ദേശിക്കുന്ന ആ കാറില്ലേ, നമ്മ കൺസ്ട്രക്ഷൻ സൈറ്റിലാണ്. ഇന്നലെ നീ പോലീസ് വന്നില്ലെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇന്ന് എന്തായാലും പോലീസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഡൊമിങ്കോസ് കൺസ്ട്രക്ഷൻ സൈറ്റിലാന്ന് പറഞ്ഞ് ഇന്ന് വരാൻ നല്ല ചാൻസ്. അയ്യോ എനിക്കത് പോകാൻ പറ്റാത്ത. പോയി ഇന്ന് വരാൻ നല്ല ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നേരെ പോയി അടിച്ചേറ്റാം. പോലീസൊക്കെ വന്നാൽ നമുക്ക് എന്ത് പ്രശ്നം കഴിച്ചു. നമ്മളതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വരും. അതാണ് നമ്മളെ പവർ. ഈ ചാടണ ഫീച്ചറിന് നല്ല ഗുണമാണ് ഗൈസ്. പക്ഷേ ഇടയ്ക്ക് നല്ല 8ൻ്റെ പണി അങ്ങോട്ട് കിട്ടും. അപ്പം ഈ ഫീച്ചർ അങ്ങോട്ട് റിമൂവ് ചെയ്താലോ ആലോചിക്കും. പക്ഷെ ചില ആൾക്കാർ ഇതുകൊണ്ട് രക്ഷപ്പെടുന്നുണ്ട്. അത് കാരണം നമ്മളത് റിമൂവ് ചെയ്യാനുള്ള. അപ്പോൾ നമ്മളങ്ങനെ കൺസൾട്ടേറ്റ് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ പോയി നമ്മുടെ കാറ് നോക്കാം. ഇവിടെയാണ് അത് അപ്പുറത്താണ്. ഇവിടെ ഇല്ലല്ലോ ഗൈസ്. നമുക്ക് അങ്ങോട്ടെങ്ങാനും പോയി നോക്കാം. അവിടെ എങ്ങനെ ഉണ്ടാവും. ഞാൻ എപ്പോഴും വീഴുവാണല്ലോ ഗൈസ്. എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പെട്ടെന്ന് ഈ സൈഡിലെങ്ങാനും പോയി എൻ്റെ മോന് ഇജാതി ഗോൾഡൻ ബുഗാട്ടി ഷെൻറോൺ. ആ കാർ ഗോൾഡൻ ബുഗാട്ടി ഷെൻറോണായിരുന്നു ഗൈസ്. എങ്ങനെയുണ്ട് സീനില്ലേ. ഇതിൻ്റെ ഫ്രണ്ട് ഗോൾഡും പുറകിൽ പ്ലാറ്റിനമാണ് ഗൈസ്. ഇങ്ങനത്തെ കാർ ഈ സിറ്റി കിട്ടും ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ച ഫുള്ള് ഗോൾഡാണ്. ഇങ്ങനത്തെ കാർ കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല. പക്ഷെ എന്തായാലും നമുക്ക് സൂക്ഷിച്ച് ഓടിച്ച് നേരെ നമ്മളെ വീട്ടിലേക്ക് പോയി റിയേനെയും ചിഞ്ചാനെയും പിഞ്ചാനെയും കാണിച്ചു തരാം. പക്ഷേ ഗൈസ് ഒരു പ്രശ്നമല്ല, നല്ല കാര്യമാണ്. പോലീസ് വന്നിട്ടില്ല. മണ്ടൻ വെറുതെ കള്ളം പറയുമെന്ന് തോന്നണം. അതൊന്നും നമുക്ക് നോക്കണ്ട. നമുക്ക് എന്തായാലും നേരെ പോകാം. നമ്മൾ ഡോറ് പൊളിഞ്ഞു പോയിട്ടുണ്ട്. ആ നേരെ പ്രദീപിൻ്റെ കടയിൽ പോയി ശരിയാക്കാം. നമുക്ക് മറ്റേ പരിപാടി തന്നെ ഇറങ്ങിപ്പോയിട്ട് പുറകിൽ നിന്ന് അങ്ങനെ ശരിയാക്കാം. അതൊക്കെ നമുക്ക് പറ്റുള്ളൂ. പ്രദീപ് എൻ്റെ കാറിൻ്റെ ഡോറ് ശരിയാക്കണേ. നമ്മളങ്ങനെ നമ്മുടെ കാർ എടുത്ത് പോവാണ്. നമുക്കൊരു 2 ലെവൽ വാണ്ടർ വന്നിട്ടുണ്ട്. ഇയാളങ്ങോട്ട് കൊന്നേക്കാം. അപ്പം ഇയാൾക്ക് വേണ്ടി നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ നീക്കിയേക്ക്. പിന്നെ ആ ചോക്ലേറ്റ് നീക്കി ഒളി വെച്ചേക്ക്. എന്തായാലും വാണ്ടർ ലെവൽ മാത്രമല്ല പോലീസും വന്നിട്ടുണ്ട്. നമുക്ക് ഇനി എന്ത് ചെയ്യാം. ഇനി ഇവന്മാരെ കുറച്ചിട്ട് വട്ടം ചുറ്റിക്കാൻ. 2 ലെവലോ സാധാരണ 1 ലെവൽ വാണ്ടറല്ലേ വരാറ്. പിന്നെ എന്താണ് എൻ്റെ മോനെ ജസ്റ്റ് മിസ്. അല്ലെങ്കിൽ പിടിച്ച് കയറിയനെ. ആരുടെ അടുത്തുനിന്ന് പോകാൻ വേണ്ടി ഒരു വഴിയില്ല. ഇനി എന്ത് ചെയ്യും. 2 സ്റ്റാർ പോയി. ഇപ്പോൾ 1 സ്റ്റാർ ആയിട്ടുണ്ട്.
നമുക്കെന്തായാലും കുറച്ചും കൂടി മൊട്ടൻ ചുറ്റി അതിൻ്റെ ഡോറെങ്ങാനും പോയാണെങ്കിൽ അയാളുടെ പക്ഷെ മോനെ ഞാൻ ഡ്രൈവിങ് സ്കിൽസ് കാഴ്ചയായിട്ട് ഞാൻ രക്ഷട്ടിൻ്റെ മേലെ കയറാം. അപ്പോൾ അവന്മാർ വരൂ. അയ്യോ കയറാൻ പറ്റില്ല. ഇവിടെ വന്നാലും ഗുണമുണ്ട് ദോഷം ഉണ്ടായാലും. അയ്യോ ജസ്റ്റ് മിസ്. ഞാൻ ഈ സീനാന്ന് പറയാലോ ഇപ്പോൾ ഡ്രൈവിങ്ങിന്. അവിടെ ഇറങ്ങി നിൽക്കണേ വരും ബോധമില്ലാത്ത. ഇതെന്താണ് ഇവന്മാർ വട്ടം ചുറ്റിട്ടും പോവാത്ത? 2 സ്റ്റാർ തന്നെ 1 സ്റ്റാർ ആയിട്ട് എന്താ പോവാത്ത? അയ്യോ ഇപ്പം പോയേനെ. എന്തായാലും നമുക്ക് ഇവിടെ എങ്ങാനും കയറിയേക്കാം. എൻ്റെ സൈക്കോ മോഡ് ഓണായി ഗൈസ്. ഇനി ഒറ്റൊരു വഴിയുള്ളൂ. ഇറങ്ങിപ്പോയി താഴെ അത് സീനില്ല. ഇറങ്ങിപ്പോയി നമുക്ക് ആ പോലീസുകാരെ വെടിവെക്കാം. ആദ്യം നമുക്ക് ഇവരെ കറക്റ്റായിട്ട് എയിം ചെയ്യണം. അത്രേ ഉള്ളൂ ഗൈസ്. എല്ലാത്തിനും കൊള്ളും. ഈ ചരണം കണ്ട് കൊന്നേക്കാം. അല്ല പിന്നെ വിഷമം അവൻ്റെയൊക്കെ തല അടിച്ചിന്ന് പോളി. ഇവിടെ നിന്ന് എയിം ചെയ്യാൻ പറ്റണ്ട ഗൈസ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ബുഗാട്ടി ഒരു മിനിറ്റ് പിന്നെ വിളിച്ച് ശരിയാക്കാം. അങ്ങനെ നമ്മുടെ കാർ ഇവിടെ ശരിയാക്കി കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. അവന്മാരൊക്കെ അങ്ങോട്ട് കൊന്നു കളഞ്ഞ് നാളെ എന്തായാലും നല്ല കേസും വള്ളിയായിട്ട് എന്തായാലും വരും. അതൊന്നും നമ്മൾ നോക്കാനില്ല. ഇല്ലല്ലോ പോലീസൊന്നും ഇല്ലല്ലോ. നല്ല ഓണം എന്തായാലും ചെക്ക് ചെയ്യണം ഗൈസ്. പോലീസ് എങ്ങാനും വന്നാൽ പിന്നെ ചമ്മി. പിന്നെ പോലീസ് വന്നാൽ അതല്ല പ്രശ്നം ഗൈസ്. നമ്മുടെ കാർ എടുത്തോണ്ട് പോകും. പിന്നെ കാർ കളക്ഷൻ മൊത്തം എടുത്തോണ്ട് പോകും. പിന്നെ ഇത് വീടും തുടങ്ങും. ഭയങ്കര പ്രശ്നമാകും ഗൈസ്. എന്തായാലും നമുക്കിവിടെ പാർക്ക് ചെയ്ത് പോയി റിയയും ചിഞ്ചാനെയും പിഞ്ചാനെയും പോയി വിളിച്ചിട്ട് വരാം. ഇത് പാർക്ക് ചെയ്യാൻ എന്തായാലും കുറേ നേരമൊന്നും എടുക്കില്ല. ജസ്റ്റ് പാർക്ക് ചെയ്താൽ മതി. 1 മിനിറ്റ്. അതവിടെ ഇരിച്ചായിരുന്നു കഴിച്ച്. ആ ചെയ്യുന്നില്ല. ഡോറൊന്നും പോയില്ല. നമ്മൾ 2 വട്ടം പ്രദീപിനെ വിളിച്ച് ശരിയാക്കി പിടിച്ച് കാശൊന്നും കൊടുക്കൂല. അതൊക്കെ അത്രയുള്ളൂ കഴിച്ച്. നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയി റിയനെ ചിഞ്ചാനും പിഞ്ചാനെ വിളിച്ച് സർപ്രൈസ് കൊടുക്കാം. റിയ, ചിഞ്ചാൻ ആൻഡ് പിഞ്ചാൻ പെട്ടെന്ന് താഴത്തേക്ക് വരണം. ഓക്കെ ഫ്രാങ്ക്ലിൻ, ഞങ്ങളിപ്പോ വരാം. റിയയും ചിഞ്ചാനും പിഞ്ചാനും വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവർ വരും. ഞാൻ ഭയങ്കര ഗൗരവത്തിലാണ് പറഞ്ഞത്. നമുക്കെന്തായാലും നേരെ പോയി നമ്മുടെ പിടിച്ച് കാർ കളക്ഷൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ്. എവിടെ നമ്മുടെ കാർ കളക്ഷൻ? ഇവിടെയാണ് നമ്മുടെ കാർ കളക്ഷൻ. നമ്മളങ്ങനെ റിയയും ചിഞ്ചാനും പിഞ്ചാൻ്റെ അടുത്ത് എത്തിയിട്ട് റിയ, ചിഞ്ചാനും പിഞ്ചാനും എങ്ങനെയുണ്ട് നമ്മളെ കാറ്? ഓ ഫ്രാങ്ക്ലിൻ, നിങ്ങൾ ബുഗാട്ടി ഷെറോന്റെ ഗോൾഡൻ വേർഷൻ കൊണ്ടുവന്നോ? ഫ്രാങ്ക്ലിൻ ഭായ്, ഈ ഗോൾഡൻ വേർഷനൊക്കെ ഉള്ളത് തന്നെയാണോ അതോ പെയിന്റ് അടിച്ചതാണോ? ചിഞ്ചാനെ അത് ഫ്രണ്ടിൽ ഗോൾഡും പുറകിൽ പ്ലാറ്റിനും ആടാ. എല്ലാവർക്കും താങ്ക് യു ഗൈസ്. എന്തായാലും അവർക്ക് നമ്മുടെ വണ്ടി ഇഷ്ടം. നിങ്ങൾക്ക് നമ്മുടെ വണ്ടി ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ കുറേ വണ്ടി അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഓണം സ്പെഷ്യൽ വണ്ടിയുണ്ട്. മാവേലിക്ക് വണ്ടിയൊക്കെ എടുത്ത് കൊടുക്കണം. അപ്പോൾ ആ വീഡിയോസ് എന്തായാലും വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഞെക്കി വെച്ചേക്കുക. അപ്പോൾ ശരി, ഞാൻ മതിൽ പോയി തിരിച്ച് കയറട്ടെ.